ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രമ്യയാണ്. എന്താണെങ്കിലും ഒന്നെങ്കിൽ നിന്റെ അച്ഛനെ പേടിച്ചിട്ട്, ഇല്ലെങ്കിൽ മറ്റാരും നിർബന്ധിച്ചിട്ട്, അതുകൊണ്ട് മാത്രമാ രാജു നിന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. രാജു എന്റേതാണെന്നും നീ എത്രയും പെട്ടെന്ന് രാജുവിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ദേഷ്യത്തോടെ രമ്യ പറയുകയാണ്. തുടർന്ന് ഋതികയുടെ കൈപിടിച്ച് ബലമായി രമ്യ പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്മിണി ഓടി ചെല്ലുന്നത്. മോളെ, അവളെ ഒന്നും ചെയ്യരുത്, അവളേതോ കൊമ്പത്തെ കൊലത്തെ രാജകുമാരിയാണെന്നൊക്കെയാ പറയുന്നത്. തുടർന്ന് ഋതികയോട് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി രമ്യയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മേഡം മേഡം അതൊന്നും കാര്യമാക്കണ്ടെന്ന് രാജു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാജു ഋതികയും കൂടി വണ്ടിയിൽ പോകുന്നതാണ്. രമ്യയ്ക്ക് വേണ്ടി രാജു ഋതികയോട് ക്ഷമ ചോദിക്കുമ്പോ കൈക്കരുത്തുള്ള ആണുങ്ങളുടെ ഭാര്യമാരോടൊന്നും ആരും ഇങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് ഋതിക പറയുന്നു. അത് പിന്നെ മേഡം, അവളൊരു പെണ്ണല്ലേ, അവളോട് കൈക്കരുത്തൊക്കെ കാണിക്കാൻ പോയാലേ അത് പിന്നെ പോലീസ് കേസാകും. തുടർന്ന് വീണ്ടും രാജു ഋതികയോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും ഋതിക ഒന്നും തന്നെ മിണ്ടുന്നില്ല. വീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. നടന്ന കാര്യങ്ങളെല്ലാം അപ്പുവിനോട് പറയുകയാണ് പ്രിയ. അതേസമയമാണ് രാജു ഋതികയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് ആരെയും ശ്രദ്ധിക്കാതെ ഋതിക ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോ എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തു പറ്റിയെന്ന് അപ്പുവും പ്രിയയും കൂടി ചോദിക്കുന്നു. അത് പിന്നെ ചേച്ചി, ഒരു ചെറിയ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രാജു പ്രിയയോടും അപ്പുവിനോടും പറയുന്നു. അതെന്ത് മര്യാദകേടാ അവള് കാണിച്ചത്. എന്താണെങ്കിലും ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ ജയേട്ടനെ കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പ്രിയ പറയുമ്പോ അതൊന്നും വേണ്ട ചേച്ചി, ഒരു പെണ്ണല്ലേ അവളെന്ന് കരുതിയാ ഞാൻ അവളോട് ഇങ്ങനെ ക്ഷമിക്കുന്നത്. അവളുടെ കരണത്തൊന്നു കൊടുക്കാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ കേസും പുലിവാലുമൊക്കെ നടക്കേണ്ടി വരും. ഇത് കേൾക്കുന്ന അപ്പു പറയുകയാണ് അതേട്ടൻ പറഞ്ഞത് ശരി തന്നെയാ, നമുക്ക് എന്താണെങ്കിലും ചേച്ചിയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അംബികയും ദീപകിനെയുമാണ്. അവരുടെ മുറിയിൽ ജയനും ഉണ്ടായിരുന്നു. ഞാൻ ആകെ നാണം കെട്ടുപോയി, എന്തൊക്കെ അപമാനങ്ങളാ ഞാനിവിടെ സഹിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന ജയൻ മനസ്സിൽ പറയുകയാണ് സത്യത്തിൽ നിങ്ങളുടെ മുമ്പിലാ ഞാൻ പിയെ. ശരിക്കും പറഞ്ഞാൽ നിന്നെയൊക്കെ കാലപുരിയിലേക്ക് അയക്കാനുള്ള നിങ്ങളുടെയൊക്കെ അന്തകം തന്നെയാ ഞാൻ. ഇതിലും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും ജയൻ മനസ്സിൽ പറയുന്നു. അതിനുശേഷം അംബികയോട് പറയുകയാണ് മേഡം, എല്ലാം ഒന്ന് ക്ഷമിച്ചേക്ക്, മേഡത്തിനും ഒരവസരം വരുമെന്ന് ജയൻ പറയുമ്പോൾ ഇനി എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ലെന്ന് ദേഷ്യത്തോട് പറയുകയാണ് അംബിക. എന്നാലേ ജയൻ പൊക്കോ, എനിക്ക് വല്ലാത്തൊരു തലവേദന, എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ജയനെ പറഞ്ഞയക്കുകയാണ് അംബിക. അതേസമയം മുറിക്ക് പുറത്ത് തന്നെ കൊച്ചമണി ഉണ്ടായിരുന്നു. തുടർന്ന് കൊച്ചമണിയെ പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ജയൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ ആ മുറിയുടെ പുറത്ത് പതുങ്ങി നിന്നത്? നീയേ അതിനകത്ത് കിട്ടുന്ന നാരദവേഷം എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാൻ വേണ്ടിയാ ഞാൻ അവിടെ നിന്നതെന്ന് കൊച്ചമണിയും പറയുന്നു. തുടർന്ന് കൊച്ചമണിക്ക് കണക്കിന് കൊടുത്ത് ജയൻ അവിടെ നിന്ന് പോകുമ്പോൾ കൊച്ചമണി നേരെ അംബികയുടെ അടുത്തേക്ക് പോകുന്നു. ഇന്ന് അംബികയ്ക്ക് പൊതുവെ ക്ഷീണമുള്ള ദിവസമായിരുന്നല്ലേ, അവിടുന്നും ഇവിടുന്നും എല്ലായിടത്തുനിന്നും ചറപറാന്നല്ലേ കിട്ടിയത്. നിങ്ങൾ എഴുന്നേറ്റേ, അമ്മയ്ക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് ദീപക് കൊച്ചമ്മനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ശരിയാ, ഇനി ഞാൻ പറയുന്നത് താങ്ങാനുള്ള ശേഷിയൊന്നും നിനക്കില്ലെന്ന് പറഞ്ഞ് ദീപകിനൊപ്പം കൊച്ചമണി പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ദീപകിനെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദീപകിനോട് ഒരു കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കൊച്ചമണി. ഇത് കേൾക്കുന്ന ദീപക് സന്തോഷത്തോടെ ശരിയെന്ന് പറയുമ്പോൾ രണ്ട് പിള്ളേരുള്ളതാണെന്ന് കൂടി കൊച്ചമണി പറയുന്നു. ഇത് കേൾക്കുന്ന ദീപക് കൊച്ചമണിയെ ആട്ടിപ്പായിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെ കാണാതെ ടെൻഷനോടെ നിൽക്കുന്ന പത്മാവതിയാണ്. തുടർന്ന് പത്മാവതി ഡോക്ടറിനെ വിളിക്കുന്നു. തുടർന്ന് ഡോക്ടറിനെ വിളിച്ച് പത്മാവതി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. തന്റെ മുറിയിൽ എന്തൊക്കെയോ തിരയുന്ന ഋതികയാണ് കാണിക്കുന്നത്. അതേസമയം രാധമ്മയും പ്രിയയും കൂടി മുറിയിലേക്ക് ചെല്ലുന്നു. രമ്യ അങ്ങനെ പറഞ്ഞതിനൊക്കെ രാധമ്മ ഋതികയോട് ക്ഷമ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം രാജു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മുറ്റത്ത് ക്യാമ്പ് ഫയർ തുടങ്ങിയെന്നും എല്ലാവരെയും വിളിക്കുന്നുണ്ടെന്നും രാജു പറയുമ്പോൾ രാധമ്മയും പ്രിയയും കൂടി പോകുന്നു. തുടർന്ന് രാജു ഋതികയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ക്യാമ്പ് ഫയറിന് ചുറ്റും കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയുമാണ്. അമ്മേ, നമുക്കകത്തേക്ക് പോയാലോ എന്ന് ദീപക് അംബികയോട് ചോദിക്കുമ്പോൾ ആ സരസ്വതിയും പ്രതാപനും അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ സാധിക്കില്ലെന്നും അംബിക ദീപകിനോട് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.